PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ് 18-19 തീയതികളിൽ നടക്കാനിരിക്കുന്ന കോപ്പറേറ്റീവ് ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി ജൂനിയർ ക്ലർക്ക് എക്സാമുകൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാങ്കിങ്ങിൽ നിന്നുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വാസ് ഇൻട്രഡ്യൂസ്ഡ് ഇൻ ദ ഇയർ. ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വാസ് ഇൻട്രഡ്യൂസ്ഡ് ഇൻ ദ ഇയർ 1972. 1972 മാർച്ചിലാണ് DRI അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇത് ഫോർമുലേറ്റ് ചെയ്തത് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് RK ഹസാരി കമ്മിറ്റി 1970. 1970 RK ഹസാരി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോം ചെയ്തത്. ഈ ഒരു സ്കീമിന് DRI ലോൺസ് എന്നും പറയാറുണ്ട്. അപ്പം ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1972. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ബാങ്ക് നാഷണലൈസ്ഡ് ഇൻ ദ ഇയർ. ഇന്ത്യൻ ബാങ്ക് നാഷണലൈസ്ഡ് ഇൻ ദ ഇയർ 1969. 1969 ഇന്ത്യൻ ബാങ്ക് നാഷണലൈസ് ചെയ്തത്. 1969 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലീഡ് ബാങ്ക് സ്കീം ഫോം ചെയ്തത് 1969. അത് RBI ഇൻട്രഡ്യൂസ് ചെയ്തതാണ്. നരിമാൻ കമ്മിറ്റിയുടെയും ഗാഡ്ഗിൽ സ്റ്റഡി ഗ്രൂപ്പിൻ്റെയും റെക്കമെൻഡേഷനിലാണ് ലീഡ് ബാങ്ക് സ്കീം നിലവിൽ വന്നത്. ദ ബാങ്കർ ടു എവരി ഇന്ത്യൻ ഈസ് ദ സ്ലോഗൻ ഓഫ്. ദ ബാങ്കർ ടു എവരി ഇന്ത്യൻ ഈസ് ദ സ്ലോഗൻ ഓഫ് SBI. SBIയുടെ സ്ലോഗനാണ് ദ ബാങ്കർ ടു എവരി ഇന്ത്യൻ എന്നത്. ഇമ്പീരിയൽ ബാങ്ക് നാഷണലൈസ് ചെയ്ത് SBI ആയി മാറിയത് 1955 ജൂലൈ 1. SBI ഫോം ചെയ്തത് 1955 ജൂലൈ 1. ഇനിഷ്യൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 20 crores ആയിരുന്നു. ഇമ്പീരിയൽ ബാങ്ക് ഫോം ചെയ്തത് 1921 ജനുവരി 27. അടുത്ത ചോദ്യം, ദ വിജയ ബാങ്ക് നാഷണലൈസ്ഡ് ഇൻ ദ ഇയർ. ദ വിജയ ബാങ്ക് നാഷണലൈസ്ഡ് ഇൻ ദ ഇയർ 1980. 1980 വിജയ ബാങ്ക് നാഷണലൈസ് ചെയ്തത്. RRB വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് പെർ ദ റെക്കമെൻഡേഷൻസ് ഓഫ്. RRB വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് നരസിംഹം കമ്മിറ്റി. നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് RRB ഫോം ചെയ്തത്. RRB എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1975 ഒക്ടോബർ 2. RRB ആക്ട് വന്നത് 1976. റീജിയണൽ റൂറൽ ബാങ്ക് അല്ലെങ്കിൽ RRB ആക്ട് വന്നത് 1976. ഇന്ത്യയിലെ ആദ്യത്തെ RRB ഫോം ചെയ്തത് ഉത്തർപ്രദേശിലെ മൊറാദാബാദിലെ പ്രഥമ ബാങ്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ RRB ആണ് മൊറാദാബാദിലെ പ്രഥമ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്കാണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് RRB എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ലാർജസ്റ്റ് RRB ആണ് കേരള ഗ്രാമീൺ ബാങ്ക്. RRB സ്പോൺസേഡ് ചെയ്തിരിക്കുന്നത് സിൻഡിക്കേറ്റ് ബാങ്കാണ്. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും സ്പോൺസേഡ് ബാങ്കും RRBക്ക് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ കോൺട്രിബ്യൂഷൻ്റെ റേഷ്യോ എക്സാമിന് ചോദിക്കാറുണ്ട്. The share capital of the bank is contributed by the central government, state government and sponsor bank in the ratio 50:15:35 respectively. അപ്പോൾ RRBയെ റെക്കമെൻഡ് ചെയ്തത് നരസിംഹം കമ്മിറ്റിയാണ്. അടുത്ത ചോദ്യം, എക്സ്പാൻഡ് NBFC. എക്സ്പാൻഡ് NBFC. ഉത്തരം നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. NBFC എന്നത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ്. NBFI എന്ന് വെച്ചാൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്. NBFSC എന്ന് വെച്ചാൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസ് കമ്പനീസാണ്. ആക്ട് ഓഫ് സൈനിങ് എ ചെക്ക് ഫോർ ദ പർപ്പസ് ഓഫ് ട്രാൻസ്ഫറിങ് ഇറ്റ് ടു സംബഡി എൽസ് ഈസ് നോൺ ആസ്.
ആക്ട് ഓഫ് സൈനിങ് എ ചെക്ക് ഫോർ ദ പർപ്പസ് ഓഫ് ട്രാൻസ്ഫറിങ് ഇറ്റ് ടു സംബഡി എൽസ് ഈസ് നോൺ ആസ് എൻഡോസ്മെൻറ്റ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ 15 എൻഡോസ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത്. എൻഡോസ്മെൻറ്റ് ഈസ് എ ലീഗൽ പ്രോസസ് ഓഫ് നെഗോസിയേഷൻ ഓഫ് ആൻ ഓർഡർ ഇൻസ്ട്രുമെൻറ്റ്. The person who endorses the negotiable instrument is called endorser. The person to whom it is endorsed is called endorsee. ആരാണോ എൻഡോസ് ചെയ്യുന്നത് അയാളെ എൻഡോസർ എന്നും ആർക്ക് വേണ്ടിയാണോ എൻഡോസ് ചെയ്യുന്നത് അയാളെ എൻഡോസി എന്നുമാണ് പറയുന്നത്. എൻഡോസ്മെൻറ്റ് എന്ന വാക്ക് ഡിറൈവ് ചെയ്തത് ലാറ്റിൻ വേർഡായ ഇൻഡോർസം എന്ന വാക്കിൽ നിന്നാണ്. ഇൻഡോർസം എന്ന് വെച്ചാൽ ഓൺ ദ ബാക്ക് എന്നാണ് അർത്ഥം. അപ്പോൾ നെഗോസിയേഷന് വേണ്ടി ചെക്കിൻ്റെ ബാക്ക് സൈഡിൽ സൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എൻഡോസ്മെൻ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് RBI ആക്ട് ദ ബാങ്ക് ഹാസ് സോൾ റൈറ്റ് ടു ഇഷ്യൂ ബാങ്ക് നോട്ട്സ് ഓഫ് ഓൾ ഡിനോമിനേഷൻസ്. Under section dash of RBI Act, the bank has sole right to issue banknotes of all denominations. ഉത്തരം സെക്ഷൻ 22. RBI ആക്ടിൻ്റെ 22ാമത്തെ സെക്ഷനിലാണ് കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള മോണോപ്പൊളി പവർ RBIക്കാണെന്ന് പറയുന്നത്. സെക്ഷൻ 20 പറയുന്നത് RBI ആക്ട് ആസ് ബാങ്കർ ടു ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ബാങ്കറായിട്ട് RBI ആക്ട് ചെയ്യുന്നത് സെക്ഷൻ 20 പ്രകാരമാണ്. RBI ആക്ടിൻ്റെ സെക്ഷൻ 20 പ്രകാരമാണ്. സെക്ഷൻ 42 പറയുന്നത് ക്യാഷ് റിസർവ് റേഷ്യോ ആൻഡ് സെക്ഷൻ 49 ബാങ്ക് റേറ്റ്. സെക്ഷൻ 42 ഓഫ് RBI ആക്ട് ഡീൽസ് വിത്ത് ക്യാഷ് റിസർവ് റേഷ്യോ ആൻഡ് സെക്ഷൻ 49 ഡീൽസ് വിത്ത് ബാങ്ക് റേറ്റ്. അടുത്ത ചോദ്യം, ഓൾ ദ യൂണിറ്റ് ബാങ്ക്സ് ലിങ്ക്ഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ത്രൂ ഡാഷ് ബാങ്കിങ്. ഓൾ ദ യൂണിറ്റ് ബാങ്ക്സ് ലിങ്ക്ഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ത്രൂ ഡാഷ് ബാങ്കിങ്. ഉത്തരം കറസ്പോണ്ടൻറ്റ് ബാങ്കിങ്. കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് എന്ന് വെച്ചാൽ യൂണിറ്റ് ബാങ്ക്സ് ആർ ലിങ്ക്ഡ് വിത്ത് ബിഗ്ഗർ ബാങ്ക്സ് ബൈ എ സിസ്റ്റം. അതായത് വലിയ ബാങ്കുകളുമായിട്ട് യൂണിറ്റ് ബാങ്ക് ലിങ്ക് ചെയ്യുന്നു. ഈ ഒരു സിസ്റ്റത്തിനെയാണ് കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. യൂണിറ്റ് ബാങ്ക് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കിങ് ആണ്. ബാങ്ക് ഓപ്പറേറ്റ്സ് ഇൻ എ സ്പെസിഫൈഡ് ഏരിയ വിത്ത് സിംഗിൾ യൂണിറ്റ്. യൂണിറ്റ് ബാങ്കിങ് ഡെവലപ്പ് ചെയ്തത് USA യൂണിറ്റ് ബാങ്കിങ്ങിന് പറയുന്ന മറ്റൊരു പേരാണ് ലോക്കലൈസ്ഡ് ബാങ്കിങ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലോക്കലൈസ്ഡ് ബാങ്കിങ് എന്ന് പറയുന്നത് യൂണിറ്റ് ബാങ്കിങ് ആണ്. ഡീലോക്കലൈസ്ഡ് ബാങ്കിങ് എന്ന് പറയുന്നത് ബ്രാഞ്ച് ബാങ്കിങ് ആണ്. ബ്രാഞ്ച് ബാങ്കിങ് എന്താണ്? എ സിസ്റ്റം ഓഫ് ബാങ്കിങ് ഇൻ വിച്ച് ബാങ്കിങ് ഓർഗനൈസേഷൻ വർക്ക്സ് അറ്റ് മോർ ദാൻ വൺ പ്ലേസ്. യൂണിറ്റ് ബാങ്കിങ്ങിൻ്റെ ഓപ്പോസിറ്റാണ്. ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ബാങ്ക് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഈ ഒരു സിസ്റ്റത്തിന് പറയുന്നത് ബ്രാഞ്ച് ബാങ്കിങ് എന്നാണ്. ബ്രാഞ്ച് ബാങ്കിങ്ങിൻ്റെ മറ്റൊരു പേരാണ് ഡീലോക്കലൈസ്ഡ് ബാങ്കിങ്. ലോക്കലൈസ്ഡ് ബാങ്കിങ് എന്ന് പറയുന്നത് യൂണിറ്റ് ബാങ്കിങ് ആണ്. ഈ യൂണിറ്റ് ബാങ്കുകൾ ബിഗ്ഗർ ബാങ്ക്സുമായിട്ട് ലിങ്ക് ചെയ്യുന്ന സിസ്റ്റത്തിനെ കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, ആക്ടിങ് ആസ് ഏജൻറ്റ് ഈസ് എ ഡാഷ് ഓഫ് കളക്റ്റിംഗ് ബാങ്കർ. ആക്ടിങ് ആസ് ഏജൻറ്റ് ഈസ് എ ഡാഷ് ഓഫ് എ കളക്റ്റിംഗ് ബാങ്കർ. ഉത്തരം ലയബിലിറ്റി. കളക്റ്റിംഗ് ബാങ്കറെ സംബന്ധിച്ചിടത്തോളം ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുക എന്നത് ആ ബാങ്കിൻ്റെ ലയബിലിറ്റിയാണ്. ഇൻ ദ വേൾഡ്, ഫസ്റ്റ് ATM വാസ് ഇൻസ്റ്റാൾഡ് ഇൻ ദ ഇയർ 1967 അറ്റ്. ഇൻ ദ വേൾഡ്, ഫസ്റ്റ് ATM വാസ് ഇൻസ്റ്റാൾഡ് ഇൻ ദ ഇയർ 1967 അറ്റ് ലണ്ടൻ. ലണ്ടനിലാണ് ലോകത്താദ്യമായി ആദ്യത്തെ ATM നിലവിൽ വന്നത്. ഇന്ത്യയിൽ ആദ്യമായി വന്നത് 1987 അത് മുംബൈയിലാണ് വന്നത്. അത് സ്ഥാപിച്ച ബാങ്ക് HSBC ബാങ്ക്. കേരളത്തിൽ ആദ്യമായി ATM സ്ഥാപിച്ചത് ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ്. തിരുവനന്തപുരത്ത് സ്ഥാപിച്ചു. വർഷം 1993 ഡിസംബറിലാണ്. അടുത്ത ചോദ്യം, ദ ഡാഷ് ATM ഡസ് നോട്ട് ഹാവ് ലോഗോ. ദി ഡാഷ് ATM ഡസ് നോട്ട് ഹാവ് ലോഗോ. ഉത്തരം വൈറ്റ് ലേബൽ ATM. വൈറ്റ് ലേബൽ ATMന് ലോഗോ, ബാങ്കിൻ്റെ ലോഗോ ഉണ്ടായിരിക്കില്ല.
കാരണം വൈറ്റ് ലേബൽ ATMs സെറ്റപ്പ് ചെയ്യുന്നത്, ഓൺഡ് ആൻഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരാണ്? നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. വൈറ്റ് ലേബൽ ATMs ഡസ് നോട്ട് ഹാവ് എനി ബാങ്ക് ലോഗോ. അടുത്തത് എക്സ്പാൻഡ് നെഫ്റ്റ്. എക്സ്പാൻഡ് നെഫ്റ്റ്. ഉത്തരം നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്നതാണ് നെഫ്റ്റിൻ്റെ പൂർണ്ണരൂപം. നെഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് 2005 നവംബറിലാണ്. RTGS സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ്? 2004. RTGSൻ്റെ ഫുൾ ഫോം റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ സിൻഡിക്കേറ്റ് ബാങ്ക് ഈസ് മെർജ്ഡ് വിത്ത് കാനറ ബാങ്ക്? ഇൻ വിച്ച് ഇയർ സിൻഡിക്കേറ്റ് ബാങ്ക് മെർജ്ഡ് വിത്ത് കാനറ ബാങ്ക്? ഉത്തരം 1 ഏപ്രിൽ 2020. 2020 ഏപ്രിൽ 1 സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കിൽ മെർജ് ചെയ്തത്. യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1950. 1950 യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് മുദ്ര. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് മുദ്ര. ഉത്തരം മുംബൈ. മുദ്ര മീൻസ് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡ്. മുദ്ര എന്നത് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡിൻ്റെ ഷോർട്ട് ഫോമാണ്. മുദ്ര ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 2015 ഏപ്രിൽ 8. നരേന്ദ്രമോദിയാണ് ലോഞ്ച് ചെയ്തത് 2015 ഏപ്രിൽ 8. ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ. അടുത്തത്, സ്വിഫ്റ്റ് ഈസ് എ കോപ്പറേറ്റീവ് അണ്ടർ വിച്ച് ലോ? സ്വിഫ്റ്റ് ഈസ് എ കോപ്പറേറ്റീവ് അണ്ടർ വിച്ച് ലോ? ഉത്തരം ബെൽജിയൻ ലോ. സ്വിഫ്റ്റ് ഈസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി അണ്ടർ ബെൽജിയൻ ലോ. ബെൽജിയൻ ലോ പ്രകാരം സ്വിഫ്റ്റ് എന്താണ്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. സ്വിഫ്റ്റ് മീൻസ് സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലി കമ്മ്യൂണിക്കേഷൻ. സ്വിഫ്റ്റിൻ്റെ പൂർണ്ണരൂപം സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലി കമ്മ്യൂണിക്കേഷൻ. സ്വിഫ്റ്റ് നിലവിൽ വന്നത് 1973. ഹെഡ്ക്വാർട്ടേഴ്സ് ബ്രസൽസിൽ. സ്വിഫ്റ്റ് അതിൻ്റെ ഫങ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തത് 1977. IDBI was incorporated as a banking company under which act? IDBI was incorporated as a banking company under which act? ഉത്തരം കമ്പനീസ് ആക്ട് 1956. IDBI അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1964 ജൂലൈ 1. IDBI കൊമേഴ്സ്യൽ ബാങ്കായി കമ്പനീസ് ആക്ട് 1956 പ്രകാരം രജിസ്റ്റർ ചെയ്തത് 2004 സെപ്റ്റംബർ 27. IDBI was registered as per Companies Act 1956 as a commercial bank on September 27, 2004. ബില്ല് റീഡിസ്കൗണ്ടിംഗ് സ്കീം ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് IDBI ആണ്. Bill Rediscounting Scheme was firstly introduced by IDBI. IDBI means Industrial Development Bank of India. Headquarters Mumbai. നിലവിൽ വന്നത് 1964. ബാങ്കിങ്ങിൽ നിന്നുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്